Hello friends, welcome to MKoding. So ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പൈത്തൺ സോഫ്റ്റ്വെയർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യും, എങ്ങനെ സെറ്റപ്പ് ചെയ്യുമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പൈത്തണിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. എന്താണ് പൈത്തൺ, എന്തിനാണ് പൈത്തൺ നമ്മൾ യൂസ് ചെയ്യുന്നത്, എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതായിരുന്നു. സോ ഇന്ന് നമുക്ക് പൈത്തൺ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് പൈത്തൺ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഗൂഗിളിനകത്ത് കയറി പൈത്തൺ ഡൗൺലോഡ് പറഞ്ഞ് നമുക്ക് എടുക്കാം. പൈത്തൺ ഡൗൺലോഡിൽ പോകുമ്പോൾ ആദ്യത്തെ സൈറ്റാണ് python.org എന്ന് പറഞ്ഞ സൈറ്റാണ്. അത് ഇവരുടെ ഒഫീഷ്യൽ സൈറ്റ് തന്നെയാണ്. അപ്പം നമുക്ക് ഡൗൺലോഡ് പൈത്തൺ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇതാണ് പൈത്തണിൻ്റെ ഹോം പേജ്. ഇതാണ് നമ്മളിപ്പോൾ ഡൗൺലോഡ്സിൻ്റെ സെക്ഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിനകത്ത് നമുക്ക് കാണാം, ഇതിനകത്ത് ഡൗൺലോഡ് ദ ലേറ്റസ്റ്റ് വെർഷൻ ഫോർ വിൻഡോസ്. ഇപ്പോൾ ലേറ്റസ്റ്റ് വെർഷൻ എന്ന് പറയുന്നത് പൈത്തൺ 3.9.0 ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് മുമ്പോട്ടുള്ള കുറേ വേർഷൻസിനകത്ത് കാണാം. അവിടെ 3.9, 3.8, 3.7 ഇത് ഫസ്റ്റ് എന്നാണ് റിലീസായത്, ഇതിൻ്റെ എൻഡ് ഓഫ് സപ്പോർട്ട് എന്നൊക്കെ എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ലുക്കിംഗ് ഫോർ സ്പെസിഫിക് റിലീസ് ആണെങ്കിൽ നമുക്ക് ഇതിനകത്തും ഒരുപാടുണ്ട്. പൈത്തണിൻ്റെ 3.9, 3.5, പിന്നെ പൈത്തൺ 2.7.8. ഇതിൽ പൈത്തൺ 2ൻ്റെ വെർഷനാണ്. നമ്മുടെ പൈത്തൺ 2ഉം പൈത്തൺ 3യും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അത് എന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ്. സോ നമുക്ക് ഇപ്പോൾ നമ്മൾ പുതിയ ഫ്രഷ് ആയിട്ടാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് ലേറ്റസ്റ്റ് വെർഷൻ തന്നെ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് 26 MB ഫയലാണ് പൈത്തണിൻ്റെ സോഫ്റ്റ്വെയർ. സേവ് ഫയൽ കൊടുക്കുക. ഓക്കെ, നമ്മളിപ്പോൾ നമ്മുടെ പൈത്തൺ 3.9.8 നമ്മളിപ്പോൾ സെറ്റപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ റൺ ചെയ്യുക. റൺ ആസ് അഡ്മിൻ തന്നെ കൊടുക്കണം. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇൻസ്റ്റാൾ നാവ്, അതായത് ഇൻസ്റ്റാൾ നാവ് എന്ന് പറയുമ്പോൾ സി ഫോൾഡർ പാത്തിലാണ് കൊടുക്കുന്നത്. ഇൻക്ലൂഡ്സ് ഐഡിൽ പിപ്പ് ആൻഡ് ഡോക്യുമെന്റേഷൻ, ക്രിയേറ്റ് ഷോർട്ട് കട്ട്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അല്ലെങ്കിൽ കസ്റ്റമൈസ് ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് ഇൻസ്റ്റാൾ നാവ് കൊടുത്താൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് സീനകത്തോട്ട് ഇൻസ്റ്റാൾ ആവും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഐഡിലുണ്ട് പിപ്പ് ആൻഡ് ഡോക്യുമെന്റേഷൻ, നിങ്ങൾക്ക് അതിനകത്ത് ഇൻസ്റ്റാൾ ആയിക്കോളും. അതല്ലാതെ രണ്ടാമത്തെ കസ്റ്റമൈസ് ഇൻസ്റ്റാളേഷൻ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സെറ്റപ്പ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഏത് ഫോൾഡറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കാം. ഞാൻ കസ്റ്റമൈസ് ഇൻസ്റ്റാളേഷൻ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ അതിന് മുമ്പായിട്ട് ഇതിൽ ഈ ഒരു സംഭവം ആഡ് പൈത്തൺ 3.9 ടു പാത്ത് എന്ന് പറഞ്ഞത്, ഇത് അൺചെക്ഡ് ആയിരിക്കും ഈ സെറ്റപ്പിനകത്ത്. പക്ഷെ നമ്മൾ ഇതിവിടെ ചെക്ക് ചെയ്യണം. ഇവിടെ എന്തിനാണ് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. കസ്റ്റമൈസ് ഇൻസ്റ്റാളേഷൻ ഞാൻ ഇപ്പോൾ എടുക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാൻ കസ്റ്റമൈസ് ഇൻസ്റ്റാളേഷനാണ് കൊടുക്കുന്നത്. സോ ഇതിനകത്ത് കാണാൻ നമുക്ക് ഡോക്യുമെൻറ്റേഷൻ, പിപ്പ്, അതുപോലെ തന്നെ ഐഡിൽ, ഇതൊക്കെ എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാം നമുക്ക് ഇൻസ്റ്റാൾ ആയിക്കോളും. ഇതിൽ പിപ്പ് നമുക്ക് മസ്റ്റാണ്. പിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പൈത്തൺ കമാൻഡാണ്. അത് നമുക്ക് പൈത്തണിൻ്റെ ഏത് പാക്കേജസ്, നമുക്ക് ലൈബ്രറീസ് പാക്കേജസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി. സോ പിപ്പ് എന്തായാലും ചെക്ക് ചെയ്യണം. ഓക്കെ, ഇതെല്ലാം ഉണ്ട്. നെക്സ്റ്റ് എടുക്കുക. ഞാനിപ്പോൾ സിക്ക് പകരം എഫ് ആണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് സിയിൽ വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ എഫിലാണ് കൂടുതലും ഈ സോഫ്റ്റ്വെയറും സംഭവം എല്ലാം ചെയ്യുന്നത്. സിയിൽ എനിക്ക് OS മാത്രമായിട്ടുണ്ട്. സോ അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് പറയുമ്പോൾ ഇൻസ്റ്റാൾ ഫോർ ഓൾ യൂസേഴ്സ്. ഓക്കെ, സോ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുക. സോ ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക. ഓക്കെ, സെറ്റപ്പ് വാസ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. പിന്നെ പാത്ത് ലെങ്ത് ലിമിറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. സാധാരണ നമ്മുടെ പാത്ത് ലെങ്ത്തിനകത്ത് ലിമിറ്റ് കാണും. ചേഞ്ചസ് യുവർ മെഷീൻ കോൺഫിഗർ ടു അലോ പ്രോഗ്രാംസ് ഇൻക്ലൂഡിംഗ് പൈത്തൺ ടു ബൈപാസ് ദ 260 ക്യാരക്ടർ മാക്സ് പാത്ത് ലിമിറ്റേഷൻ. അതായത് നമ്മുടെ 260 ക്യാരക്ടേഴ്സേ ഈ നമ്മുടെ പാത്ത് ലെങ്ത് ലിമിറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഞാനത് തൽക്കാലം ഡിസേബിൾ ചെയ്യണം. അപ്പോൾ അത് ഡിസേബിളായി. എന്നിട്ട് അതിനെ ക്ലോസ് ചെയ്യാം.
ഓക്കെ, ക്ലോസ് ആയതിനു ശേഷം നമ്മുടെ പൈത്തൺ ഇൻസ്റ്റാൾ ആയോ എന്ന് അറിയണമെങ്കിൽ പൈത്തൺ, ഓക്കെ, അപ്പോൾ എൻ്റെ പൈത്തൺ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. സോ പൈത്തൻ്റെ കമാൻഡ് നമ്മൾ റൺ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും പൈത്തൺ 3.9.0 എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു വെർഷനൊക്കെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിന്ന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ എക്സിറ്റ് അടിക്കുക. അല്ലെങ്കിൽ യൂസ് എക്സിറ്റ് ബ്രാക്കറ്റ് ഇടാൻ മറന്നുപോയി. ഒന്നെങ്കിൽ എക്സിറ്റ് അടിക്കുക അല്ലെങ്കിൽ കൺട്രോൾ Z എടുക്കുക. അപ്പോൾ ഞാൻ എക്സിറ്റ് കൊടുക്കുകയാണ്. ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ തിരിച്ച് നോർമലിലേക്ക് വന്നു. ഇനി അടുത്ത നമ്മൾ പിപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ ഇല്ലയെന്ന് നോക്കാം. സോ പിപ്പ് ഇൻസ്റ്റാൾ ആയെന്ന് നോക്കിയുമ്പോൾ പിപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇപ്പോൾ പിപ്പിനകത്തുള്ള കമാൻഡാണ് പിപ്പ് കമാൻഡ്. ഇപ്പോൾ കമാൻഡിനകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും പിപ്പ് ഇൻസ്റ്റാൾ, നമുക്ക് പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാനും ഡൗൺലോഡ് പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യും, പിന്നെ അൺഇൻസ്റ്റാൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ആദ്യത്തെ സെറ്റപ്പിൽ തന്നെ നമ്മൾ ആഡ് 3.7 പാർട്ട് ഫോൾഡർ എന്ന് പറഞ്ഞൊരു നമ്മളത് ചെക്ക് ചെയ്യണം, നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ചെക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എസ്സിന് പകരം ഇവിടെ പൈത്തൺ ടൈപ്പ് ചെയ്തെങ്കിൽ പൈത്തൺ ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ആസ് ആൻ ഇന്റർണൽ ഓർ എക്സ്റ്റേണൽ കമാൻഡ് എന്ന് പറഞ്ഞു വരും. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ആ പൈത്തണിൻ്റെ ആ ഫോൾഡർ പാത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ പൈത്തണിൻ്റെ കമാൻഡൊക്കെ അടിക്കുമ്പോൾ അതിന് ഇങ്ങനെ ഒരു എറർ അടിക്കും. അപ്പോൾ അത് മാറ്റണമെങ്കിൽ നമ്മളത് മാനുവലായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ മാനുവൽ ചെയ്യണമെങ്കിൽ കൺട്രോൾ R എടുക്കുക, ഈ ഒരു കമാൻഡ് എടുക്കുക, sysdm.cpl എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. sysdm.cpl ഓക്കെ അടിക്കുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് സിസ്റ്റം പ്രോപ്പർട്ടീസിൽ വരും. സിസ്റ്റം പ്രോപ്പർട്ടീസിനകത്ത് അഡ്വാൻസ്ഡ് എടുത്തിട്ട് എൻവയൺമെൻറ്റ് വേരിയബിൾസിനകത്ത് പാത്ത് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഓക്കെ, പാത്തിനകത്ത് നമുക്ക് ഇവിടെ പോകുമ്പോൾ ഇവിടെ പാത്ത് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. സോ കേട്ടോ, പാത്തിൽ ഇപ്പം ഞാൻ ആ പാത്ത് ആഡ് ചെയ്തതിന് ശേഷം എനിക്ക് വന്നതാണ് ഈ രണ്ടെണ്ണം. ഓക്കെ, ഞാൻ എഫ് യൂസസ് കൊടുത്തത്, ഞാൻ എഫിലാണ് ഈ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. സോ അതിൽ ഞാൻ സെറ്റപ്പിൽ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ എൻവയൺമെൻറ്റ് വേരിയബിൾസിനകത്ത് വരും, അല്ലെങ്കിൽ നിങ്ങൾ മാനുവലി ആഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ മാനുവലി ആഡ് ചെയ്യേണ്ടി വരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പാത്ത് കണ്ടുവരും, നിങ്ങൾ എവിടെയാണോ ഇൻസ്റ്റാൾ ചെയ്ത് ആ പാത്ത് എടുക്കുക. ഇവിടെയാണ് നമ്മുടെ പൈത്തൺ ഇൻസ്റ്റാൾ ആകുന്ന ആപ്പ് ഡേറ്റ ലോക്കൽ പ്രോഗ്രാംസ് പ്രോഗ്രാംസിനകത്ത് പൈത്തൺ ഇൻസ്റ്റാൾ ആവുന്നു. ഇവിടെയാണ് നമ്മൾ പാത്ത് പറഞ്ഞു കൊടുക്കേണ്ടത്. ആ പാത്ത് നമ്മൾ ഈ എഡിറ്റ് എൻവയോൺമെൻറ്റ് പാത്ത്, ഈ പാത്തിലല്ല, ഇവിടെ സിസ്റ്റം വേരിയബിൾസിനകത്ത് ഈ പാത്ത് എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, ആ പാത്തിനകത്താണ് നമ്മൾ ഇതിൽ രണ്ടെണ്ണം പറഞ്ഞു കൊടുക്കണം. പൈത്തൺ 39ഉം പൈത്തൺ സ്ക്രിപ്റ്റ്സും, ഈ രണ്ട് വേരിയബിൾ നിങ്ങൾ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ CMD കമാൻഡ് വർക്കാവും. ഓക്കെ, അപ്പം ഞാനിവിടെ പൈത്തൺ ചെയ്താൽ പൈത്തൺ എനിക്കിവിടെ വന്നു. സോ ഇപ്പോൾ സെറ്റപ്പ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മൾ സെറ്റപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിൽ താഴത്തെ ആഡ് 3.9 ടു പാത്ത് ഫോൾഡർ എന്ന് പറഞ്ഞ് കൊടുക്കുക, ചെക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇൻസ്റ്റാൾ വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ കസ്റ്റം ഇൻസ്റ്റാൾ തന്നെ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. സോ നിങ്ങൾക്ക് സെറ്റപ്പിനകത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനകത്ത് ഇടുക. ഓക്കെ, സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ദെൻ, ബൈ.